തനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഈസി ആയിട്ട് ബ്രെഡ് കൊണ്ടുള്ള ഒരു ഗുലാബ് ജാമുനാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി 5 സ്ലൈസ് ബ്രെഡ് അതിന്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ പാലാണ് വേണ്ടത്. തിളപ്പിക്കാത്ത പാലാണ് ഇത്. പിന്നെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളെ വേണ്ടുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബ്രെഡ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ബ്രെഡ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പൊടിച്ചെടുത്തിട്ട് വരാം. ഈ ബ്രെഡ് പൊടിച്ചത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് ഈ പാലൊന്ന് ചേർത്ത് കൊടുത്ത് നനച്ചെടുക്കാം. സാധാരണ നമ്മൾ പുട്ടിനൊക്കെ പൊടി നനയ്ക്കില്ലേ, ആ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. ആദ്യം വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടൊന്നും പാലൊഴിച്ച് ഒഴിക്കരുത്. ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ നല്ലതായിട്ട് ബോളാക്കാൻ പരുവത്തിൽ വേണം പാലൊഴിക്കാനായിട്ട്. അപ്പോൾ ഓരോ ബ്രെഡിന്റെ തരം അനുസരിച്ച് ആ പാലിന്റെ അളവിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. അതുകൊണ്ട് പാലിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് പറയാൻ പറ്റില്ല. കുറച്ചായിട്ട് ഓരോ ടീസ്പൂൺ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ കയ്യിൽ ഇങ്ങനെ ബോളാക്കാൻ പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് നല്ല ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഷേപ്പായിട്ട് നല്ല തിക്കായിട്ട് തന്നെ ഉരുട്ടണം. നല്ല കനത്തിൽ വേണം ഇങ്ങനെ ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ അതിൽ വിള്ളലൊന്നും വീഴാതെ വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. ഇതുപോലെ ചെറിയ ബോളുകളാക്കി എടുക്കുക. നന്നായിട്ട് അമർത്തി തന്നെ പ്രസ് ചെയ്തിട്ട് ഈ ഉരുളകളാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതിന്റെ മീതയിൽ ഇങ്ങനെ പൊട്ടലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഉണ്ടാവില്ല. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി നമുക്കിതിന്ന് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ 5 സ്ലൈസ് ബ്രെഡിൽ നിന്ന് 6 ബോൾസാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ബ്രെഡ് ഉപയോഗിക്കാം കേട്ടോ. ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് തന്നെ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചു വരണം. എന്നിട്ട് ഒരു കുറുകിയ ഒരു പരുവത്തിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇതിപ്പോ നന്നായി തിളച്ചു കഴിഞ്ഞു. നന്നായി തിളച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടി, 2 മിനിറ്റ് വേണ്ട, ഒരു മിനിറ്റോളം മതി. ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. നന്നായി തിളച്ചതിന് ശേഷം ഒരു മിനിറ്റ്. അതായത് കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ബോൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് ഈ ഷുഗർ സിറപ്പ് പിടിക്കത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 20 മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ 20 മുതൽ ഒരു അരമണിക്കൂർ വരെ ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം അപ്പോഴേക്കും നമ്മുടെ ഈ ബ്രെഡ് ബോൾസിലേക്ക് ഷുഗർ സിറപ്പ് നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിവിടെ ഒരു 25-30 മിനിറ്റ് ആയിട്ടുണ്ട്.
നമ്മുടെ ബ്രെഡ് ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് അതിൽ ഷുഗർ സിറപ്പ് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ദാ ഇവിടെ ബ്രെഡ് ഗുലാബ് ജാമുൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്, 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക്